ഇപ്പോൾ ഞങ്ങളോടൊപ്പം എത്തിയിരിക്കുന്നത് ആളുടെ പേര് അനിരുദ്ധ് എന്നാണ്. കടമ്പൂരിൽ നിന്നാണ് എത്തിയിരിക്കുന്നത്. ആള് തമിഴ് പ്രസംഗത്തിലാണ് വിജയിച്ചിരിക്കുന്നത്. യെസ് അനിരുദ്ധ്, എന്തൊക്കെയാണ് വിശേഷം? അടിപൊളി വിശേഷമാണ്, ഹാപ്പിയാണ്. അതുപോലെ ആ സംസാരത്തിൽ ഒരു ഹാപ്പി കുറവുണ്ടല്ലോ. ഹാപ്പിയാണ്. യെസ് അനിരുദ്ധ് എത്രയിലാണ് പഠിക്കുന്നത്? നയൻത്തിലാണ് പഠിക്കുന്നത്. എങ്ങനെയുണ്ടായിരുന്നു തമിഴ് പ്രസംഗം? കൃത്യമായിട്ടുള്ള ടോപ്പിക് എന്തിനെ കുറിച്ചുള്ളതായിരുന്നു? ടോപ്പിക് എന്തായിരുന്നു? AI ഡെവലപ്മെന്റിനെ കുറിച്ചാണ് ചോദിച്ചത്, സയൻസിന്റെ. അനിരുദ്ധ് കടമ്പൂർ ഹയർ സെക്കൻഡറി സ്കൂൾ അവിടെ നിന്നാണ് വരുന്നത് അല്ലേ? നയൻത്തിലാണ് പഠിക്കുന്നത്. തമിഴ് പ്രസംഗത്തിലാണ് ഇപ്പോൾ ജയിച്ചിരിക്കുന്നത്. AI സാധ്യതകൾ അല്ല, സയൻസിന്റെ ഡെവലപ്മെന്റ് അതിനെ കുറിച്ചുള്ളതാണ്. ശരി, ഇങ്ങനൊരു തമിഴ് പ്രസംഗം അല്ലെങ്കിൽ ഈ ഒരു മത്സരത്തിലേക്ക് കടന്നു വരാനുള്ള ഒരു പ്രധാനപ്പെട്ട പ്രചോദനം ആരാണ്? അത് ഏച്ചിയും 3 കൊല്ലം പോയതാണ് തമിഴ് പ്രസംഗത്തിന്. പിന്നെ അമ്മ തമിഴ്നാട്ടിലാണ് പഠിച്ചത്, അറിയാം. പിന്നെ അതുകൊണ്ട് പിന്നെ തമിഴിലേക്ക് പ്രസംഗം. അപ്പൊ പൊതുവെ വീട്ടിൽ നിന്നൊക്കെ സംസാരിക്കുന്നത് തമിഴ് തന്നെയാണോ? അല്ല, മലയാളം തന്നെയാണ് സംസാരിക്കുന്നതൊക്കെ. ഓക്കെ, ശരി. എല്ലാ ഉപജില്ലയിൽ നിന്നും ഓൾമോസ്റ്റ് എല്ലാവരും ഉണ്ടായിരുന്നു, മത്സരാർത്ഥികളൊക്കെ ഒരു 6 മത്സരാർത്ഥികൾ ഉണ്ടായിരുന്നു അല്ലെ? ശരി, എങ്ങനെയുണ്ടായിരുന്നു ടോട്ടലി ആ ഒരു തമിഴ് പ്രസംഗം, ആ മത്സരം എങ്ങനെയാ നോക്കി കാണുന്നത്? അതിപ്പോ ഈ പ്രാവശ്യം കുറച്ച് പഠിച്ച ടോപ്പിക് തന്നെയാ വന്നത്. AI കുറിച്ച് ചോദിച്ചോണ്ട് AI കുറിച്ച് തന്നെ പറഞ്ഞു. ശരി, നേരത്തെ പ്ലാൻഡ് ആയിരുന്നോ AI കുറിച്ച് തന്നെ ആയിരിക്കും വരാൻ സാധ്യത എന്നുള്ളത്? ആരാ പറഞ്ഞു? ഇല്ല ഏച്ചിയും അങ്ങനെയല്ല, AI കുറിച്ച് വരാൻ സാധ്യത ഉണ്ട് എന്ന് പറഞ്ഞു. അപ്പൊ AI കുറിച്ച് പഠിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ ഇതിനെ കുറിച്ച് കൂടുതലായിട്ട് മനസ്സിലാക്കി. ഒരു സയൻസ് AI കണക്റ്റഡ് ആയിട്ട് എങ്ങനെ നമുക്ക് ഇതിൽ കൂടുതൽ ഉണ്ടാക്കാൻ പറ്റും അല്ലെ? അതിന് രണ്ടുപേരും കുറച്ച് സംഭവം ചെയ്യാൻ പറ്റുമോ? രണ്ടുപേരും. എഴുതുക്ക് പള്ളിയിൽ ഇങ്ങ് പയിലും പയ്യന്താൻ നാടുകാക്കും തലവനായി നാളെ വിളങ്ങ പോകുகிறாൻ തിത്തിക്കും தென் தமிழ் திக்கட்டும் பரவட்டும் என் முத்தமிழ் தாய்க்கன் முதல்கண் வணக்கங்கள் எதிர்கால பெய்க்குழியில் எதிர் நீச்சல் போட்டு நித்தந்தாம் பேசிட எதிட பேதமை பொருந்திட நடுவர் அவர்களே, ஆசிரியர் பெருமக்களே, வருங்கால தூண்களே, எதிர்கால நீங்களே, நன்வினிய மாணவ செல்வங்களே, ஆன்றோர்களே, சான்றோர்களே, என்னை போன்றவர்களே, வையகமே வானகமே, என்னை வாழ வைக்கும் தமிழகமே, அனைவருக்கும் முதற்கண் வணக்கம் ஆகட்டும் என்று சொல்லி தலைப்புக்குள் நுழைகிறேன், தாருங்கள் உங்கள் காதுகளை. അതിൽ ഏതാണ്ട് ഒരു തമിഴ് മക്കളായിരുന്നു, അത് തമിഴ് കൈ, അത് മാത്രമേ എനിക്ക് മനസ്സിലായിട്ടു, ബാക്കി ഒന്നും മനസ്സിലായിട്ടില്ല. ഇതിൽ യഥാർത്ഥത്തിൽ എന്താ നോക്കുക? മലയാളത്തിൽ അതിന്റെ ശ്രുതി, താളം, പ്രസംഗമാണെങ്കിലും അതിന്റെ ഒരു വേരിയേഷൻ പൂർണ്ണമായിട്ടും ജഡ്ജ്മെന്റ് നോക്കാറുണ്ട്. തമിഴ് ഇതിങ്ങനെ നോൺ സ്റ്റോപ്പ് പറഞ്ഞിട്ട് പോയിക്കൊണ്ടിരിക്കുക. അത് അതിന്റെ മെറിറ്റും ഡിമെറിറ്റും. പിന്നെ ഇംഗ്ലീഷിന്റെ ഒരു വാക്ക് പോലും വരാൻ പാടില്ല, ഇംഗ്ലീഷിലൊന്നും വരാൻ പറ്റത്തില്ല. അതെല്ലാം നോക്കിയിട്ട് ഒരു സ്കോർ ഇടുക പോയിന്റ്സ് വെച്ചിട്ട്. അതെ അല്ലെ? അനിരുദ്ധ് ഫസ്റ്റ് ടൈം ആണ് ഇപ്പോ സ്റ്റേറ്റിലേക്ക് പോകുന്നത്. ഓക്കെ, അവിടുന്ന് വരാനുള്ള ഒരു സാധ്യതയുള്ള ഒരു ടോപ്പിക് എന്തായിരിക്കും? AI തന്നെയായിരിക്കുമോ? വരാൻ സാധ്യതയുണ്ടോ? ചെറുതായിട്ട് കുറവായിരിക്കും. അപ്പൊ നമ്മൾ എല്ലാത്തിനെ കുറിച്ചും ഒന്ന് പഠിച്ചു വെക്കുന്നത് നല്ലതായിരിക്കും അല്ലേ? ശരി, വേറെ ഏതൊക്കെ മത്സരത്തിലുണ്ട് അനിരുദ്ധ്? ചെസ് പങ്കെടുത്തിട്ടുണ്ടായിരുന്നു. ഓക്കെ, പിന്നെ ഇതിന്റെ തന്നെ പദ്യത്തിൽ പങ്കെടുത്തിട്ടുണ്ടായിരുന്നു. ഇതിന്റെ തമിഴ് പദ്യത്തിലും പങ്കെടുത്തിട്ടുണ്ടായിരുന്നു. ഓക്കെ, കൂടുതൽ സപ്പോർട്ട് ആരാ? സപ്പോർട്ട് അമ്മ തന്നെയാണ് കൂടുതൽ സപ്പോർട്ട് അല്ലേ? യെസ്, ഓക്കെ. അമ്മയുടെ ഈ ഒരു എന്താ പറയാ, ഈ ബ്യൂട്ടി അസോസിയേഷനുമായി ബന്ധപ്പെട്ട ഒരുപാട് പ്രോഗ്രാം ആങ്കറിംഗ് ചെയ്തിട്ടുണ്ട് ഞാൻ. ഓക്കെ, സന്തോഷം. നന്നായിട്ട് പഠിക്കും വേണം കേട്ടോ. കടമ്പൂർ ഹയർ സെക്കൻഡറി സ്കൂൾ അല്ലേ? കാരണം അവിടുന്ന് ഒരുപാട് പേര് വരുന്നതാ. കലോത്സവം എന്ന് പറഞ്ഞാൽ കടമ്പൂർ ഇങ്ങനെ ഒരു നിശ്ചയം നമുക്ക് വിരലുണ്ടാവുന്ന കുറച്ച് വിദ്യാലയങ്ങളുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിദ്യാലയം തന്നെയാണ് കടമ്പൂർ ഹയർ സെക്കൻഡറി സ്കൂൾ എന്ന് പറയുന്നത്. അപ്പം നന്നായിട്ട് പഠിക്കുക, എല്ലാവിധ ആശംസകളും നേരി. ഒരുപാട് സംസാരിക്കണമെന്നുണ്ട്, നമുക്ക് സമയപരിധി വളരെ കുറവാണ്, അതുകൊണ്ടാണ്. അപ്പോൾ ഇനി സ്റ്റേറ്റിലേക്ക് പോയിട്ടെ നന്നായിട്ട് ആഗ്രഹിക്കുന്ന ഒരു വിഷയം തന്നെ അവിടുന്ന് വരട്ടെ എന്ന് ആഗ്രഹിക്കുകയാണ്. പ്രാർത്ഥിക്കാം. AI ആയിരിക്കാം, പക്ഷെ ഇവിടെ AI ആയതുകൊണ്ട് ചിലപ്പോൾ അവിടെ എത്രത്തോളം ഉണ്ടാവുന്നൊന്നും പറയാനും പറ്റത്തില്ല. എന്തായാലും നന്നായിട്ട് കൃത്യമായിട്ട് പഠിക്കുക, കൃത്യമായിട്ട് വായിക്കുക, നന്നായിട്ട് പെർഫോം ചെയ്യുക. അവിടുന്ന് വിജയിച്ചിട്ട് വരണം കേട്ടോ. ഓക്കെ, സന്തോഷം. മലബാർ ഗോൾഡൻ ഡയമണ്ട് നൽകുന്ന ഞങ്ങളുടെ സ്നേഹം നിറഞ്ഞ സമ്മാനം. ഓക്കെ, താങ്ക് യു സോ മച്ച്.